മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നെ അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ബഹജത്തുൽ അസ്റാറിൽ സനദ് പറയുന്നുണ്ട്, അബുദാലിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ അതുവരെ നസ്രാനിയായി ജീവിച്ച ഒരാളെ അടുത്ത് ചെന്ന് അയാളെ പിടിച്ചുടന്ന് അയാളെ മുടിയൊക്കെ കളഞ്ഞ് അയാൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് അയാൾ ആ മരിച്ച അബുദാലിങ്ങളെ കൂട്ടത്തിലുണ്ട് ആക്കി. ഈ അപ്പം മരിച്ച ബദലുണ്ടല്ലോ, ആ ബദലിൻ്റെ സ്ഥാനത്ത് നീ നിൽക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടെ അബുദാലിനുള്ള എല്ലാ പ്രത്യേകതയും ആ വലിയനിക്ക് ഉണ്ടാകാം. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ കഥ? അബുദാലികളിൽപ്പെട്ട ആള് മരിച്ചപ്പോ ആ വേക്കൻസികൾ വന്നല്ലോ, കസാര ഒഴിഞ്ഞെടുക്കാണ്. അപ്പൊ ആരെങ്കിലും പിടിച്ച് അബുദാല ആക്കണമല്ലോ, ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ആകെ അങ്കലാപ്പിലാകും. ഇവിടെ അദാബുകൾ ഇറങ്ങും, സുനാമി വരും, ഭൂകമ്പം ഉണ്ടാവും, അഗ്നിപർവ്വതം പൊട്ടും. കാരണം എല്ലാ അദാബുകളും ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവരിങ്ങനെ സന്നദ്ധരായി നിൽക്കുന്ന ടീമാണ് ഈ അബുദാലി കുത്തുബ് എന്നൊക്കെ പറഞ്ഞ സാധനം. അങ്ങനെ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുമ്പോൾ ഒരു മണവും കൊണ്ടുള്ള ഒറ്റ അതിനും കാണാനില്ല. അബുദാലാക്കാൻ വേണ്ടി, ആ കസേര ഇരുത്താൻ വേണ്ടി. അപ്പോൾ ഒരു നസറാണ് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. മൊയ്തീൻ ശൈഖ് ഓനെ പിടിച്ചെടുത്തിട്ട് മൊട്ടൊക്കെ അടിച്ചിട്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് സുന്നത്തല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയിമത്തെ മുറി ഉണങ്ങണതിന് മുമ്പ് പിടിച്ച് അബുദാലാക്കി. ആ കഥ എങ്ങനെ ഉണ്ടാവും? എന്താണ് ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിലെ മഹത്തായ ഒരു പദവിയാണ് വലിയൻ. ആ വലിയ എന്നുള്ള പദവിനെ വലിച്ചു നീട്ടിയിട്ട് ഏങ്കോണിച്ച് വലിച്ചു കീറി ഒരു പരുവത്തിലാക്കിയിട്ട് പോലെ അവതരിപ്പിക്കണ കോലാണത്. മനസ്സിലായോ? ഒരു നസറാണിനെ പിടിച്ചു കണ്ട് അബുദാലാണക്കി. വലിയല്ല, വലിയ മൂത്ത് കുത്തുബും മൂത്ത സാധനമാണ് ഈ അബുദാല്. ആ നസറാണിനെ പിടിച്ച് അബുദാലാക്കി മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പച്ച എന്നാണ്. എടോ, എന്തൊരു നിലവാരം അതിനുള്ളത്. പണ്ട് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോ അതുവരെ ലാലു പ്രസാദിന്റെ വീട്ടിലെ അടുക്കളയിൽ സാമ്പാറിന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കെട്ടിയോളൂ റാബറി ദേവി അതിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയായിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ മുഖ്യമന്ത്രി ആരോഹണ പരിപാടിയായിരുന്നത്. എന്നാൽ ഇതിനെക്കാട്ടി മെച്ചുണ്ടായിരുന്നത്. കാരണം ലാലു പ്രസാദ് യാദവിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങിയൊരു പരിചയം മുപ്പത്തിയേർക്കുണ്ടല്ലോ. ആ കിടന്നിറങ്ങുന്ന സമയത്തിന് ലാലു പ്രസാദ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്നിപ്പോൾ ഇന്നും പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്തുണ്ടായി, മറ്റേ ഫണ്ട് പാസ്സാക്കി, ഇവിടെ മറ്റേ മന്ത്രിസഭ കൂടി, പാർട്ടിയിൽ ഇന്നും പ്രശ്നങ്ങളുണ്ട് ഒക്കെ കെട്ടികളോട് പങ്കുവെക്കുമല്ലോ. അത് കേട്ടൊരു പരിചയമെങ്കിലും റാബറി ദേവിക്ക് ഉണ്ടാവുമല്ലോ. അതിന്റെ നിലവാരം പോലും ഇല്ല ഇവനെ വലിയാക്കലും അബുദാലാക്കലും. കാരണം ഇതൊന്നും അള്ള തെരഞ്ഞെടുക്കണമല്ല. ഒരാളെ വലിയാക്കാനും അയാളുടെ വിലായത്ത് പട്ടം ക്യാൻസൽ ചെയ്യാനും ആ വലിയനെ പിടിച്ച് കുത്തുബാക്കാനും കുത്തുബിനെ പിടിച്ച് അബുദാലാക്കാനും അതിനെ ഗൗസാക്കാനൊക്കെ ഉള്ള അധികാരം ബല ഔലിയാക്കൾക്ക് തന്നെയാണ് എന്നാണ് ഇവന്മാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ.